ദുഃഖവെള്ളിയാഴ്ച യേശുവിന്റെ കുരിശുമരണശേഷം നടന്ന പ്രധാന സംഭവങ്ങളെ ചരിത്രപരമായും ബൈബിൾ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാം. യേശുവിന്റെ മരണം ഉറപ്പുവരുത്തുവാൻ വേണ്ടി റോമൻ പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. ആ മുറിയിൽ നിന്നും രക്തവും വെള്ളവും പുറത്തു വന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് യേശു ശാരീരികമായി മരിച്ചു എന്നതിന്റെ തെളിവായി കരുതപ്പെടുന്നു. യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ ജോസഫ് റോമൻ ഗവർണറായ പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. പീലാത്തോസ് അനുവാദം നൽകിയതിനെ തുടർന്ന് അദ്ദേഹം മൃതദേഹം കുരിശിൽ നിന്നിറക്കി. ജോസഫും മറ്റൊരു പ്രമുഖനായ നിക്കോദേമോസും ചേർന്ന് സുഗന്ധവർഗ്ഗങ്ങൾ പുരട്ടി യേശുവിന്റെ ശരീരം പുതിയൊരു ചണത്തുണിയിൽ പൊതിഞ്ഞു. വെട്ടിയുണ്ടാക്കിയതും അതുവരെ ആരെയും അടക്കിയിട്ടില്ലാത്തതുമായ ഒരു പുതിയ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. കല്ലറയുടെ വാതിൽ വലിയൊരു കല്ലുകൊണ്ട് ഉരുട്ടി അടച്ചു. യഹൂദ ആചാരപ്രകാരം സൂര്യൻ അസ്തമിക്കുന്നതോടെ വിശുദ്ധമായ സെബത്ത്, അതായത് ശനിയാഴ്ച ആരംഭിക്കുമായിരുന്നു. അതിനാൽ വളരെ വേഗത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. സ്ത്രീകളിൽ ചിലർ കല്ലറയും മൃതദേഹം വെച്ച രീതിയും കണ്ടു മനസ്സിലാക്കി മടങ്ങിപ്പോയി. യേശു മൂന്നാം നാൾ ഉയിർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹം ഉയിർത്തെഴുന്നേറ്റു എന്ന് നുണ പ്രചരിപ്പിക്കുമെന്ന് പുരോഹിതന്മാർ ഭയപ്പെട്ടു. അതിനാൽ പീലാത്തോസിന്റെ അനുവാദത്തോടെ കല്ലറയ്ക്ക് റോമൻ കാവൽക്കാരെ ഏർപ്പെടുത്തുകയും കല്ലറയുടെ കല്ല് മുദ്രവയ്ക്കുകയും ചെയ്തു. യേശുവിന്റെ മരണത്തോടെ ശിഷ്യന്മാർ അങ്ങേയറ്റം ഭയചകിതരായി. അവർ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് രഹസ്യ സങ്കേതങ്ങളിൽ വാതിലുകൾ അടച്ചിരുന്നു. വലിയ നിരാശയിലും ദുഃഖത്തിലുമായിരുന്നു അവർ ആ സമയം ചിലവഴിച്ചത്. ഈ സംഭവങ്ങൾ നടന്ന ശനിയാഴ്ചയെ ആണ് വലിയ ശനി അല്ലെങ്കിൽ വിശുദ്ധ ശനി എന്ന് വിളിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസപ്രകാരം ഈ ദിവസത്തിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉയിർപ്പിനും ഇടയിലുള്ള ദിവസമാണിത്. യേശുവിന്റെ ശിഷ്യന്മാരും വിശ്വാസികളും ദുഃഖത്തോടെയും എന്നാൽ അത്യധികം പ്രത്യാശയോടെയും യേശുവിന്റെ പുനരുദ്ധാനത്തിനായി കാത്തിരിക്കുന്ന ദിവസമാണ് ഈ വിശുദ്ധ ശനിയാഴ്ച. കത്തോലിക്ക സഭയുൾപ്പെടെ പല സഭകളിലും ഈ ദിവസം രാവിലെ പ്രത്യേക കുർബാനയോ മറ്റ് ആഘോഷങ്ങളോ ഉണ്ടാകാറില്ല. അൾത്താര ശൂന്യമായിരിക്കും. യേശു കല്ലറയിൽ ആയിരിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. ലോകം മുഴുവനും യേശുവിന്റെ ഉയിർപ്പിനായി നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണിത്. ക്രൈസ്തവ ദൈവശാസ്ത്രമനുസരിച്ച് ഈ ദിവസം യേശു പാതാളത്തിൽ ചെന്ന് അവിടെ തടവിലാക്കപ്പെട്ട നീതിമാന്മാരായ ആത്മാക്കൾക്ക് മോചനം നൽകി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിയാഴ്ച രാത്രി വൈകിയോ അല്ലെങ്കിൽ ഞായറാഴ്ച പുലർച്ചെയോ ആണ് ഈസ്റ്റർ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ഇതിനെ വിജിൽ അല്ലെങ്കിൽ ജാഗരണ പ്രാർത്ഥന എന്ന് വിളിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മാറ്റത്തിന്റെ പ്രതീകമായി പുതിയ തീ ജ്വലിപ്പിക്കുകയും മെഴുകുതിരികൾ തെളിയിക്കുകയും ചെയ്യുന്നു. പല സഭകളിലും ഈ രാത്രിയിൽ വിശ്വാസികൾ തങ്ങളുടെ മാമോദീസ വ്രതങ്ങൾ പുതുക്കാറുണ്ട്. ഈ ദിവസം വ്രതാനുഷ്ഠാനങ്ങളുടെയും നോമ്പിന്റെയും അവസാന ഘട്ടം കൂടിയാണ്. ഈ സമയം ഈസ്റ്റർ ആഘോഷിക്കാനായി വീടുകളും പള്ളികളും ഒരുക്കുന്ന തിരക്കിലായിരിക്കും വിശ്വാസികൾ. ചുരുക്കത്തിൽ മരണത്തിനുമീതെ യേശു വിജയം നേടുന്ന ആ വലിയ നിമിഷത്തിലേക്കുള്ള ഒരുക്കമാണ് വലിയ ശനിയാഴ്ച. ഈ ദിവസത്തെ കേവലം ഒരു അവധി ദിവസം മാത്രമായി കാണരുത്. അതീവ ഗൗരവമായി വേണം കാണാൻ. ആത്മീയമായി ഈ ദിവസത്തിൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് അറിയാം. യേശു കല്ലറയിൽ വിശ്രമിക്കുന്ന ദിവസമായതിനാൽ ഈ ദിനം അനാവശ്യ ബഹളങ്ങൾ ഒഴിവാക്കി മനസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കണം. ഈ ദിവസം സഭയുടെ ആരാധനാക്രമം പോലും നിശബ്ദമാണ്. ധ്യാനത്തിലൂടെയും ശാന്തതയിലൂടെയും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇത് സഹായിക്കും. യേശുവിനെ സംസ്കരിച്ച കല്ലറയെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെയും തിന്മകളെയും യേശുവിനോടൊപ്പം കല്ലറയിൽ അടക്കം ചെയ്യുന്നതായും പുതിയൊരു മനുഷ്യനായി ഈസ്റ്ററിൽ ഉയിർത്തെഴുന്നേൽക്കുന്നതായും സങ്കല്പിക്കുക. ഈ ദിവസങ്ങളിൽ ബൈബിളിലെ ചില ഭാഗങ്ങൾ വായിക്കുന്നത് ആത്മീയമായി ഒരുങ്ങാൻ നമ്മെ സഹായിക്കുന്നു. പ്രത്യേകിച്ചും ശരണവും പ്രത്യാശയും നൽകുന്ന സങ്കീർത്തനങ്ങൾ വായിക്കാം.
യേശുവിൻ്റെ അടക്കത്തെക്കുറിച്ചുള്ള മത്തായി 27 അധ്യായം 57 മുതൽ 66 വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കാം. തൻ്റെ മകൻ്റെ ഉയിർപ്പിനായി ഏറ്റവും കൂടുതൽ ഭക്തിയോടും പ്രത്യാശയോടും കൂടെ കാത്തിരുന്ന മാതാവിൻ്റെ മനോഭാവം ഈ ദിവസം മാതൃകയാക്കാവുന്നതാണ്. ഈസ്റ്റർ വിജിൽ ശുശ്രൂഷയിൽ പങ്കുചേരുക. വലിയ ശനിയാഴ്ച രാത്രിയിൽ നടക്കുന്ന ജാഗരണ പ്രാർത്ഥന ക്രൈസ്തവ ആരാധനക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്ന മെഴുകുതിരി പ്രദക്ഷിണത്തിലും തിരുകർമ്മങ്ങളിലും പൂർണ്ണ മനസ്സോടെ പങ്കുചേരുക. നോമ്പുകാലത്ത് നാം നടത്തിയ ത്യാഗങ്ങളും പ്രാർത്ഥനകളും ഈ ദിവസം വിലയിരുത്തുക. ഈസ്റ്റർ ആഘോഷം വെറുമൊരു ചടങ്ങായി മാറാതെ ആത്മീയമായ ഒരു പുതുപ്പണമായി മാറാൻ മനസ്സിനെ പാകപ്പെടുത്തുക. തിരക്കുകൾക്കിടയിലും ദരിദ്രരെയോ രോഗികളെയോ സഹായിക്കാൻ സമയം ചിലവഴിക്കുന്നത് ഈസ്റ്ററിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ്. ഈസ്റ്റർ നൽകുന്ന പ്രത്യാശയിലേക്കും വെളിച്ചത്തിലേക്കും പ്രവേശിക്കാനായി ഒരു നിമിഷം ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുന്നത് വലിയ ശനിയാഴ്ചയുടെ ആത്മീയത പൂർണ്ണമാക്കാൻ സഹായിക്കും.